ഹൃദയം കവർന്നൊരു മോഷണം. അന്ന് രാത്രി ആ ഗ്രാമത്തിലൊരു വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അതൊരു കള്ളനായിരുന്നു. കൊടും പട്ടിണി കാരണം ഗതികെട്ടി ഇറങ്ങിയതാണ് അദ്ദേഹം. അന്ന് ധാന്യങ്ങൾക്ക് സ്വർണത്തേക്കാൾ വില കൂടിയ സമയമായിരുന്നു. വീട്ടുടമ വളരെ വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത്. തുറക്കപ്പെട്ട തൻ്റെ വാതിൽ കണ്ടുകൊണ്ട് വീട്ടുടമ മെല്ലെ അകത്തേക്ക് നോക്കി. ഒരു കള്ളൻ വീട്ടിനകത്ത് ധാന്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. വീട്ടുടമയുടെ സാമീപ്യമറിഞ്ഞ കള്ളൻ ഭയപ്പെട്ടുപോയി. കള്ളൻ പിടിക്കപ്പെട്ട മാത്രയിൽ തിരിഞ്ഞു നിന്നു. അടി ഉറപ്പാണ്. ആളുകൾ കൂടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. വീട്ടുടമ പുഞ്ചിരിയോടെ ആ കള്ളൻ്റെ അരികിലേക്ക് വന്നു. കള്ളനോട് പറഞ്ഞു, സുഹൃത്തെ, അത് ഞങ്ങൾക്ക് വളരെ ഭാരമായി തോന്നും. അത് പൊടിച്ചെടുക്കാനും വളരെ ചിലവ് വരും. നീ എൻ്റെ കൂടെ പോരൂ, ഞാൻ നിനക്ക് ഇതിലേറെ എളുപ്പമുള്ളത് കാണിച്ചു തരാം. വീട്ടുടമ കള്ളനെയും കൂട്ടിക്കൊണ്ട് വീടിൻ്റെ അകത്തളത്തിലേക്ക് പോയി. ഇതെന്തു മനുഷ്യൻ? ഭയത്തിന് പകരം കള്ളൻ്റെ മനസ്സിൽ അവിശ്വസനീയത പാടെ പകർന്നു. അവിടെ പൊടിച്ച ധാന്യപ്പൊടികൾ ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുപോകാനായി നിന്റെ കയ്യിൽ വല്ല പാത്രവും ഉണ്ടോ എന്ന് വീട്ടുടമ അദ്ദേഹത്തോട് ചോദിച്ചു. വിറക്കുന്ന കൈകളാൽ തൻ്റെ കയ്യിലുള്ള പാത്രം ആ ഉടമസ്ഥന് നൽകി. ആ വീട്ടുടമസ്ഥൻ പാത്രം നിറയെ ധാന്യപ്പൊടികളും നൽകി. കിട്ടിയ മാത്രയിൽ ഇനി വേഗം സ്ഥലം വിടാമെന്ന് കരുതിയിരിക്കുന്ന കള്ളനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീട്ടുടമ അത് പറഞ്ഞു. രാത്രിയായില്ലേ, തനിയെ പോകണ്ട, ഞാനും കൂടെ വരാം. പിരിയാൻ നേരം ആ ഉടമസ്ഥൻ വളരെ വിനയത്തോടെ ആ കള്ളനോട് പറഞ്ഞു, സഹോദര, നീ മോഷ്ടിക്കുന്ന സമയത്ത് ഞാൻ കയറി വന്നത് നിന്നെ ഭയപ്പെടുത്തിയല്ലേ? എൻ്റെ വരവ് നിന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. കള്ളൻ സ്തംഭിച്ചു പോയി. തൻ്റെ വീട്ടിൽ കക്കാനെത്തിയ കള്ളനോട് മാപ്പ് ചോദിക്കുന്നുവോ? ഇതെന്ത് മനുഷ്യൻ? കള്ളൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹം തലയാട്ടി. വീട്ടുടമസ്ഥൻ കള്ളനോട് പറഞ്ഞു, മോനെ, നീ എൻ്റെ മനസ്സിനെ നന്നാക്കിയിരിക്കുന്നു. അതുപോലെ അള്ളാഹു നിന്റെ മനസ്സിനെയും നന്നാക്കി തരട്ടെ. ആ മോനെ എന്ന വിളി അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലെ കള്ളനെ കൊന്നുകളഞ്ഞു. വീട്ടിലെത്തിയ ശേഷവും ആ വീട്ടുടമയുടെ മുഖവും സ്നേഹത്തോടെയുള്ള മോനെ എന്ന വിളിയും കള്ളനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ശേഷം അദ്ദേഹം തിരിച്ചു വരികയും വീട്ടുടമയോട് മാപ്പപേക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരുകയും ചെയ്തു. ആ വീട്ടുടമ മറ്റാരുമായിരുന്നില്ല, ഇന്നും ആത്മീയ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് നമ്മുടെ നല്ല പെരുമാറ്റമാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ആയുധം. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്നതിന്.